كان عليكم رقيبا بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر كم من فتى يمسي ويصبح ضاحكا وقد نسجت أكفانه وهو لا يدري. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചരിത്രത്തെ ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ ഈ ഈദ് മുസല്ലയിലേക്ക് നമുക്ക് സംഗമിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്തത്. അൽഹംദുലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഈദ് ആശംസ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ജീവിതത്തിൽ പെരുന്നാളുകൾ സഹോദരങ്ങളെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഉണ്ടാകുമോ എന്ന കാര്യമാണ് നമുക്കുറപ്പില്ലാത്തത്. പല ഈദുകളും പലരുടെയും ജീവിതത്തിലെ അവസാനത്തെ ഈദുകളായി സഹോദരങ്ങളെ മാറിയിട്ടുണ്ട്. നമ്മളോടൊപ്പം കഴിഞ്ഞ ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ, അതല്ലെങ്കിൽ ചെറിയ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മളോടൊപ്പം ഒരുമിച്ചു നിന്നവർ, നമ്മളുടെ കാലിനോട് ചേർത്തി കാലുവെച്ചവർ, തോളോട് തോൾ ചേർന്നു നിന്നവർ ഇന്നൊരു പക്ഷേ ഈ ഈദ് മുസല്ലയിൽ നമ്മളോടൊപ്പം ഇല്ല. അവർ ഖബറുകളിലാണ്. അവർ ജീവിതത്തിൽ ഒരുപക്ഷേ രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകളായി വാട്ടർ ബെഡുകളിലും അതുപോലെ തന്നെ പ്രയാസങ്ങളായി രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായി അങ്ങനെയൊക്കെ കഴിയുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഓർക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കും അത്തരത്തിൽ ഒരു മടക്കമുണ്ട് എന്നുള്ള ഒരു ചിന്ത, നാമും അത്തരം ഒരു യാത്രയ്ക്ക് ഒരുങ്ങേണ്ടവരാണ് എന്ന തിരിച്ചറിവിലാണ് ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വജാഅത് സകറത്തുൽ മൗതു ബിൽ ഹഖ്. മരണം അതിൻ്റെ യാഥാർത്ഥ്യവുമായി കടന്നു വരും. ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ഖുർആന്റെ വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. ഖുൽ, പ്രവാചകരെ അവിടുന്ന് പറയണം, യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും. നിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മരണത്തിന്റെ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. പിന്നീട് മടങ്ങിപ്പോകേണ്ടത് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. ജീവിതത്തിൽ ഒരു മടക്കമുണ്ട് എന്ന ചിന്തയിലാകണം സഹോദരങ്ങളെ, വിശ്വാസികളെ, ഞാൻ നിങ്ങളും ജീവിക്കേണ്ടുന്നത്. പലപ്പോഴും അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനെ മറന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഏത് ആഘോഷങ്ങളും റബ്ബിന്റെ അടുക്കലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ട് എന്ന ചിന്തയിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ആഘോഷങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങൾ അമിതാവേശമാകാൻ പാടില്ല, അതിരുവിടാൻ പാടില്ല, പരിധികൾ ലംഘിക്കാൻ പാടില്ല. ഇന്നലകളിൽ ഞാനും നിങ്ങളും വായിച്ച പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 11 മരണങ്ങളാണ്. എത്രത്തോളം വിജയം ആഘോഷിക്കാൻ അമിതാവേശം കാണിച്ചപ്പോ പൊലിഞ്ഞു വീണത് 11 മരണങ്ങളാണ്. സഹോദരങ്ങളെ, നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ആഘോഷങ്ങൾ പരിധി വിട്ട് ആഘോഷിച്ചു പോയാൽ വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ജീവിതത്തിൽ സമ്മാനിക്കുമെന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇസ്ലാമിന്റെ ആഘോഷം എത്ര സുന്ദരമായ ഇബാദത്താണ്. അൽഹംദുലില്ലാ, റബ്ബിന്റെ മഹത്തായ തൗഫീഖിനാൽ നമുക്ക് ഈദ് മുസല്ലയിൽ വന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്തതിന് മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കണം. എത്രയോ ആളുകൾക്ക് ഈദിന്റെ മുസല്ലയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. രോഗികളായി വാട്ടർ ബെഡുകളിൽ കഴിയുന്നവരുണ്ട്, അതല്ലെങ്കിൽ രോഗാവസ്ഥയിൽ വാർദ്ധക്യത്തിൽ തങ്ങളുടെ വിരിപ്പുകളിൽ കഴിയുന്നവരുണ്ട്, അതല്ലെങ്കിൽ മറ്റു പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ അള്ളാഹു സുരക്ഷിതരായി ഈദിന്റെ മുസല്ലയിലേക്ക് വന്ന് റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം നടത്താൻ റബ്ബ് തൗഫീഖ് തന്നതിന് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്നത് പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം, ഏറ്റവും വലിയ ഇബാദത്ത് യൗമുൻ നഹറിന്റെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയത്. ഖുർആൻ പറഞ്ഞത്
ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യണം. കഴിവുണ്ടായിട്ടും ഈ ഇബാദത്ത് അത് നിർവഹിക്കാത്തവൻ ഈദ് മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന വലിയ താക്കീതാണ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ബലികർമ്മം വലിയ പ്രതിജ്ഞയാണ്, പൂർണ്ണ സമർപ്പണമാണ്, സമ്പൂർണ്ണ സമർപ്പണം. ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം സഹോദരങ്ങളെ, ജീവിതം അല്ലാഹുവിന് സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനം. നിസ്കരിച്ചപ്പോ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച പ്രതിജ്ഞ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബിന് സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ്. ഇത് നെഞ്ചത്തു കൈവച്ച് എല്ലാ ദിവസവും 5 നേരം റബ്ബിനോട് പുതുക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിജ്ഞ, അതിൽ നീതി പുലർത്താൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? മര്യാദയ്ക്ക് ജീവിതം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ, എൻ്റെ ജീവിതം അല്ലാഹുവേ നിനക്കാണെന്ന് പറയുമ്പോൾ റബ്ബ് പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഹറാമുകളിൽ ചേക്കേറി ജീവിക്കുന്ന മനുഷ്യന്മാരായിട്ടാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? അല്ലാഹുവിനോട് ഓരോ നിമിഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിജ്ഞ അർത്ഥവത്തായി ജീവിതത്തിൽ പുതുക്കാൻ സഹോദരങ്ങളെ കഴിയണം. എന്തിന് ഇബാദത്ത് അല്ലാഹുവിന് സമർപ്പിക്കണം? എന്തിന്? നീയാണ് വലിയവൻ. അതാണ് ഇന്ന് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മന്ത്രധ്വനികളിലൂടെ നാം പ്രഖ്യാപിച്ചത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. എല്ലാറ്റിനേക്കാളും വലിയവൻ അല്ലാഹുവാണ് എന്ന പ്രഖ്യാപനം എത്രത്തോളം നിത്യജീവിതത്തിൽ ആവർത്തിച്ച് ഉരുവിടുന്ന ഒരു പദമാണ് അല്ലാഹു അക്ബർ. നമസ്കാരത്തിൽ എത്ര തവണ നമ്മൾ കൈകെട്ടി നിൽക്കുമ്പോൾ ഞാനൊക്കെ അശക്തനാണ്, ദുർബലനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന തിരിച്ചറിവിലാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഉടയ തമ്പുരാന്റെ മുമ്പിൽ ഞാനും നിങ്ങളും പ്രഖ്യാപിച്ച വാചകം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 365 ദിവസവും പള്ളി മിനാരങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാചകം അല്ലാഹു അക്ബർ. എന്നാൽ എന്താണ് അല്ലാഹു അക്ബർ? എൻ്റെ കുടുംബത്തെക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ ചങ്കായ എൻ്റെ മക്കളേക്കാൾ, എനിക്ക് എല്ലാം എൻ്റെ മനസ്സിന് ആനന്ദം ലഭിക്കുന്ന എല്ലാറ്റിനേക്കാളും വലുത് പ്രപഞ്ചത്തിൻ്റെ നാഥനായ അല്ലാഹുവാണ്. എൻ്റെ ജീവിതത്തെ റബ്ബിന് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന പ്രഖ്യാപനമാണ്. നിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അല്ലാഹുവേ, നീ വലിയവനായതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, അണ്ഡകടാഹങ്ങളുടെ നാഥ, നീയാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും മുഴുവനും അല്ലാഹുവേ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന പ്രഖ്യാപനം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? സമർപ്പണമാണ്. മുസ്ലിം തൻ്റെ വികാരത്തെ, തൻ്റെ വിചാരത്തെ, തൻ്റെ ഇച്ഛകളെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. ഇസ്ലാം അങ്ങനെ ജീവിതത്തെ സമർപ്പിച്ച ഒരു പ്രവാചകന്റെ ചരിത്രത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളും ഈ ഈദ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഒരു പ്രവാചകൻ തൻ്റെ ജീവിതത്തിലെ കൗമാരവും യൗവനവും യുവത്വവും വാർദ്ധക്യവും അല്ലാഹുവിന് കൊടുത്തതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വഇദ് ബിതലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അല്ലാഹു പരീക്ഷിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു. പരാജയപ്പെട്ടില്ല, കാലിടറിയില്ല, പതറിപ്പോയില്ല. ഫഅതമ്മഹുന്ന, അവിടെ പരിപൂർണമായി നിർവഹിച്ചു. വഇബ്രാഹിം അല്ലദി വഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദൗത്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിച്ചു. വത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, അതുകൊണ്ട് ഋജുമാനസ്കനായ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിച്ച ആ പ്രവാചകന്റെ മാതൃകയെ നിങ്ങൾ പിന്തുടരണം. സഹോദരങ്ങളെ, ഒരു പ്രവാചകന്റെ ജീവിതത്തിന്റെ ചരിത്രം, നമ്മൾ കഴിഞ്ഞുപോയ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ജീവിതം സമ്പൂർണമായി തനിക്ക് അല്ലാഹു കൊടുത്ത ഏത് പ്രായവും റബ്ബിന് സമർപ്പിക്കാൻ തയ്യാറായ ഒരു പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികളെ എന്തു പാഠമാണ്! തൻ്റെ യൗവനം കൊടുക്കാൻ, യുവത്വം കൊടുക്കാൻ, വാർദ്ധക്യം അല്ലാഹുവിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? നെഞ്ചത്തു കൈവച്ച് ആത്മാർത്ഥമായി ചോദിക്കണം. പ്രായം 40, 50, 60 എത്തിയിട്ടുണ്ടെങ്കിൽ ഏതു സമയം എൻ്റെ ജീവിതം, എൻ്റെ സമയം, എൻ്റെ സമ്പത്ത് സൃഷ്ടിച്ച നാഥനായ
അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സഹോദരങ്ങളെ കഴിഞ്ഞിട്ടുണ്ടോ? ആത്മാർത്ഥമായി പരിശോധിക്കണം. ഇന്നിൻ്റെ ദിവസം ഒരു പുനർവിചിന്തനം നടത്താനുള്ള സമയമാണ്. സാധിച്ചിട്ടില്ലയോ? ഇനിയുള്ള സമയത്തെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അതുകൊണ്ട് തന്നെ 69 സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേര് പരാമർശിച്ചു. എത്രയോ വിശേഷണങ്ങളാണ് ഒരു പ്രവാചകന് അള്ളാഹു കൊടുത്തത്. അതിലെ ഒരു പേരു സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പഠിപ്പിച്ച പേരുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് കൊടുത്ത വിശേഷണം വഫയാണ്, ഷാക്കിറാണ്, അവ്വാഹാണ്, മുനീബാണ്, മുജ്തബാണ്, ഉമ്മത്താണ്, ഖാനിതാണ്, മുഖ്ലിസാണ്, സലീമാണ്, മുസ്ലിമാണ്. സഹോദരങ്ങളെ, ഖുർആൻ 15ഓളം പേരുകളിൽ വിശേഷിപ്പിച്ച ഒരു പ്രവാചകൻ. നോക്കൂ സഹോദരങ്ങളെ, ഒന്ന് മുസ്ലിമാകാൻ, ഒറിജിനൽ മുസ്ലിമാകാൻ, തൗഹീദ് ഉൾക്കൊള്ളാൻ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖിനാൽ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒറിജിനൽ മുസ്ലിമായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം. പ്രവാചകന്റെ മാതൃക എന്താണ്? ഒട്ടനവധി മാതൃക. വിഗ്രഹാരാധകനായ ഒരു പിതാവിൻ്റെ മകൻ ആദർ എന്ന പിതാവ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്, പൂജാരിയാണ്. ആ പ്രവാചകന്റെ പിതാവിനോട് ഗുണകാംക്ഷയിൽ, ഏറ്റവും നല്ല സ്നേഹത്തിൽ, ബഹുമാനത്തിൽ ആ ഉപ്പച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞത്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു അൻക ശൈആ. എന്തേ ഖുർആൻ പറഞ്ഞത്? ആ പ്രവാചകൻ സ്വന്തം ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞത്, യാ അബതി, എൻ്റെ പൊന്നു പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ എന്തിന് പൂജാകർമ്മം നടത്തുന്നു, എന്തിനാരാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ പ്രതികരണം നോക്കണം. തൻ്റെ രക്തത്തിൽ പിറന്ന സ്വന്തം കുഞ്ഞിനെ പ്രതികരിക്കുന്ന പിതാവ്, ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. എന്താ ഖുർആൻ പറഞ്ഞത്? ലഇല്ലം തൻതഹി, നീ പണി അവസാനിപ്പിച്ചിട്ടല്ലെങ്കിൽ, ഇനിയും നീ ആവർത്തിച്ചാൽ വഹ്ജുർനി മലിയ, നിന്നെ ഞാൻ എറിഞ്ഞാട്ടും, എൻ്റെ കൂടെ നിർത്തില്ല. ഒരു പിതാവ് ഒരു 16 വയസ്സുകാരനോട് ഇത്തരത്തിൽ സംസാരിച്ചാൽ എന്തായിരിക്കും മകൻ്റെ പ്രതികരണം? അവിടെ തളർന്നില്ല. സത്യത്തിലേക്ക് സഹോദരങ്ങളെ അറിയണം. എറിഞ്ഞാട്ടിയ പിതാവ് ഇന്നേവരെ കുടുംബത്തിൽ തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഉപ്പയും നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. തൗഹീദ് പറയുന്ന ആളുകൾക്ക്, റബ്ബിനെ പരിചയപ്പെടുത്തുന്നവർക്ക്, ശിർക്കിനെതിരിൽ സംസാരിക്കുന്നവർക്ക്, കുഫ്റിനെതിരിൽ സംസാരിക്കുന്നവർക്ക്, ബിദ്അത്തിനെതിരിൽ സംസാരിക്കുന്നവർക്ക് എക്കാലഘട്ടത്തിലും വിമർശനങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വരുമെന്ന ചരിത്രമാണ് ഖുർആൻ പഠിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതീക്ഷ അവസാനിപ്പിച്ചിട്ടില്ല. ദഅവത്ത് തുടർന്നു. തൻ്റെ സമൂഹത്തോട് നമ്രൂദിൻ്റെ കൊട്ടാരത്തിൽ ആർജവത്തോടെ കടന്നു ചെന്ന്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? അണ്ടകടാഹങ്ങളുടെ നാഥൻ ആരാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ആരാണ്? കൃത്യമായി സൂര്യനെ നോക്കി, ചന്ദ്രനെ നോക്കി, നക്ഷത്ര വലയങ്ങളെ നോക്കി അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താ അവിടുന്ന് സംഭവിച്ചത്? നമ്രൂദും അവൻ്റെ ശിങ്കരകുമാരും അഗ്നികുണ്ടാരമൊരുക്കി, ചിതയൊരുക്കി കരിച്ചുകളയാൻ 16 വയസ്സുള്ള ചെറുപ്പക്കാരനെ, തൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരനെ കരിച്ചുകളയാൻ തീരുമാനിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അൻത റബ്ബി അന വാഹിദുൻ ഫിൽ അർദ് അല്ലാഹുമ്മ അൻത വാഹിദുൻ ഫിസ് സമാ. അല്ലാഹുവേ, ആകാശത്ത് നീ ഏകനാണ്. വ അന വാഹിദുൻ ഫിൽ അർദ്, ഈ ഭൂമിയിൽ ഞാൻ ഏകനാണ്. അന അഅ്ബുദുക, നിന്നെ ആരാധിക്കപ്പെടുന്ന വിഷയത്തിൽ ഈ ഭൂമിക്ക് മുകളിൽ, ഈ മണ്ണിൻ്റെ മുകളിൽ അല്ലാഹുവേ നിന്നെ ആരാധിക്കാൻ ഇബ്രാഹിം എന്ന ഞാൻ മാത്രമാണ്. നോക്കൂ സഹോദരങ്ങളെ, റബ്ബിനോട് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാണ്. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, ഈ പ്രതിസന്ധികളിൽ എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന കരുത്താണ്. അതൊരു അതിജീവനത്തിൻ്റെ പ്രാർത്ഥനയാണ്, മറന്നുപോകരുത്. നെഞ്ചത്ത് കോറിയിടേണ്ട പ്രാർത്ഥനയാണ്. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ കാറിൽ തൂക്കേണ്ടതല്ല, വീടിൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കേണ്ട വാചകമല്ല, മറിച്ച് നെഞ്ചകത്തുണ്ടാകണം. ജീവിതത്തിൽ തളർന്നുപോയവരെ, നശിച്ചുപോയവരെ, കഷ്ടപ്പാട് സംഭവിച്ചവരെ പ്രതീക്ഷയുടെ വാക്കാണ്. ഒരൽപ്പം ജീവിതത്തിൽ പ്രയാസം സംഭവിക്കുമ്പോൾ ഒരു തുണ്ട് കയറിൽ ജീവൻ അവസാനിപ്പിക്കുന്നവൻ ആലോചിക്കണം, റബ്ബുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം
നോക്കണം, നമ്മളുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ് റബ്ബിന്റെ സഹായം കടന്നു വരുന്നത്. നോക്കൂ, പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എന്നാൽ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ എന്താ ഖുർആൻ പറഞ്ഞത്? തീന്റെ നിയന്ത്രണമുള്ള അള്ളാഹു പറയാണ്, ഇബ്രാഹിമിന് തണുപ്പാകണം, സമാധാനമാകണം. ഇതാണ് റബ്ബിന്റെ സഹായം. എന്താ തീന്റെ പ്രകൃതം? മനുഷ്യനെ കരിച്ചു കളയുക എന്നതാണ്. എന്നാൽ അള്ളാഹു തീക്ക് സമാധാനവും ശാന്തിയും തണുപ്പും നൽകാൻ കഴിവുള്ള റബ്ബ് അതിജീവനത്തിന്റെ മന്ത്രം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഈ അടുത്ത് വിവാഹം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രി നോക്കണം, തൻ്റെ പ്രിയതമയോടൊപ്പം നിൽക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ആ ഭാര്യ വലിയ വെപ്രാളം കാണിച്ചു, വലിയ ബഹളം കാണിച്ചു, എന്നിട്ട് കുഴഞ്ഞു വീണു. ഭാര്യയുടെ അവസ്ഥ എന്താണ്? ഒരു ആദ്യ രാത്രി മനുഷ്യൻ്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് സഹോദരങ്ങളെ ഉള്ളത്. ആ പ്രതീക്ഷകളെ കണ്ടുകൊണ്ട് ജീവിച്ച ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ ഒന്ന് ആലോചിക്കണം. ആ ചെറുപ്പക്കാരൻ ആ ഭാര്യയുടെ ഉണർക്ക് അത് കാത്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ആ ഭാര്യ ഉണർന്നപ്പോ ആ ഭാര്യയോട് ചോദിക്കുമ്പോൾ ആ പ്രിയതമ വന്നുകൊണ്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്: എനിക്ക് അപസ്മാര രോഗമാണ്, എനിക്ക് അപസ്മാര രോഗമാണ്, എനിക്ക് അപസ്മാര രോഗമാണെന്നുള്ളത് എൻ്റെ വീട്ടുകാർ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിവാഹം നടത്തിയത്. എൻ്റെ പൊന്നിക്ക, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഭർത്താവിന് സങ്കടം വന്നില്ല. അതിജീവനത്തിൻ്റെ മന്ത്രം ഖുർആൻ പഠിച്ച ചെറുപ്പക്കാരനായതുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ ബൽ തുസിറൂനൽ ഹയാത്തിദ് ദുനിയ വൽആഖിറതു ഖൈറു വഅബ്കാ. എന്നെന്നും ശേഷിക്കുന്ന ബാക്കിയാകുന്ന ഒരു പരലോകമുണ്ട് എന്ന ചിന്തയിൽ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഓർത്തു പോകുന്നത് റസൂലുള്ളാഹിയുടെ വാചകമാണ്. അവിടുന്ന് റസൂലിൻ്റെ അടുക്കലേക്ക് ഒരു കറുത്ത പെണ്ണ് വന്നു, അപസ്മാര രോഗിയാണ്. വീണു പോകുമ്പോൾ വസ്ത്രം ഔറത്തുകൾ വെളിവായി പോകാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ പ്രാർത്ഥിക്കണം. റസൂലുള്ള പറഞ്ഞു, പെണ്ണെ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ്. നോക്കൂ സഹോദര, അത് ഓർത്തു വന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, നീ എൻ്റെ സ്വർഗമാണ്, നീ എൻ്റെ സ്വർഗമാണ്, ഞാൻ നിന്നെ പോറ്റാൻ, നിന്നിലൂടെ എനിക്കും സ്വർഗം, നിനക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അപസ്മാര രോഗികൾക്ക് സ്വർഗമുണ്ട് എന്ന റസൂലിൻ്റെ വാക്ക് അവിടെയാണ് ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ അവസാനിച്ചില്ല. നോക്കൂ, ഫലസ്തീനിൻ്റെ മണ്ണ്, ഗസയുടെ മണ്ണ്, ആകാശത്ത് നിന്ന് തീഗോളങ്ങൾ പറന്നു വീഴുമ്പോൾ അവിടെ തകർന്നു പോകുന്ന മക്കളെ അല്ല, ചെറുപ്പക്കാരികളെ അല്ല, ചെറുപ്പക്കാരനെ അല്ല അവിടെ കാണുന്നത്. അവിടെ അതിജീവനത്തിൻ്റെ മന്ത്രം അവർ പഠിച്ചു വെച്ചു, ഖുർആൻ പഠിച്ചവർ. നോക്കൂ സഹോദരങ്ങളെ, കഴിഞ്ഞ പെരുന്നാളിൻ്റെ സുദിനത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീണ് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ തങ്ങളുടെ ഭർത്താവും ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളും ഞെരിഞ്ഞമർന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി വന്നുകൊണ്ട് അവിടെ നിന്ന് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്: ഇന്നത്തെ ദിവസം ഏറ്റവും സുന്ദരമായി പെരുന്നാൾ ആഘോഷിക്കുന്നത് നിങ്ങളാണ്, എന്നേക്കാൾ വലുതായി. നോക്കൂ സഹോദര, എന്തേ പറയാൻ പ്രേരിപ്പിച്ചത്? എല്ലാവരും പോയി, കൂടപ്പുറപ്പുകളില്ല, ഭർത്താവില്ല, ചോര പിറന്ന കുഞ്ഞുങ്ങളില്ല, ഒറ്റയ്ക്കു നിന്ന ചെറുപ്പക്കാരിയെ ഇത് പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ വാചകമാണ്, അതിജീവനത്തിൻ്റെ മന്ത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ഈ പ്രാർത്ഥന പഠിച്ചവർ ജീവിതത്തിൽ തളരരുത്. ബിസിനസ് തകരട്ടെ, ജീവിതത്തിൽ പ്രയാസമുണ്ടാകട്ടെ, മാരകമായ രോഗങ്ങൾ വരട്ടെ, അവിടെ പതറലല്ല, കാലിടറല്ല, മറിച്ച് എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, പ്രതിസന്ധികളിൽ സഹായിക്കുന്ന നാഥൻ എന്നോടൊപ്പമുണ്ട് എന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഈ ദുനിയാവിൽ നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. നോക്കൂ സഹോദരങ്ങളെ, ഇത്തരത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ കരുത്ത് അവിടുത്തെ ഭാര്യയാണ്, ഈമാനിക കരുത്തുള്ള ഭാര്യ. ഇറാഖിന്റെ മണ്ണിൽ നിന്ന് മക്കയുടെ ഊശര ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് താമസിച്ചു പോകുമ്പോൾ ആരുണ്ട് കൂടെ? ആരുമില്ല. പാറക്കെട്ടുകൾക്ക് നടുവിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാർദ്ധക്യത്തിൽ എത്തിക്കിട്ടുന്ന ഒരു കുഞ്ഞിനെയും
തൻ്റെ പ്രിയതമയെയും മക്കയുടെ മണ്ണിൽ വിളിച്ചാൽ വിളി കേൾക്കാൻ ആരുമില്ല, ഒരു സഹായത്തിന് ആരുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന കുടുംബനാഥൻ്റെ മനസ്സു വേദനിച്ചിട്ടുണ്ട്, കണ്ടമിടറിയിട്ടുണ്ട്. അവിടുന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ച് വീണ്ടും ഇറാഖിൻ്റെ ഫലസ്തീനിൻ്റെ മണ്ണിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വേദനയോടെ തിരിച്ചു നടക്കുമ്പോൾ പല ആവർത്തി വിളിച്ചു. അവസാനം 3 ആവർത്തി വിളിച്ച് ഹാജറ എന്ന ഉമ്മ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ പോകുന്നത്? എന്നാൽ സന്തോഷത്തിൽ പോകുക. റബ്ബുണ്ട് കരുത്തായി ഞങ്ങൾക്കൊന്ന് പറയുന്ന ഈമാനിക കരുത്തുള്ള ഭാര്യ ഹാജറ. അവിടുന്ന് എനിക്കാരുണ്ട്, എൻ്റെ സങ്കടം പറയാൻ ആരുണ്ട്, എൻ്റെ കുട്ടിയെ നോക്കാൻ ആരുണ്ട്? അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്കും ഒരു പക്ഷേ മനസ്സ് വേദനിച്ചില്ല. ആര് നോക്കും? ഒരു സുരക്ഷിതത്വമില്ലാത്ത മണ്ണിൽ ഞാൻ എങ്ങനെ പാർപ്പിച്ചു പോകും എന്നാലോചിച്ചില്ല. സഹോദരങ്ങളെ, നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്നത് പലപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുമ്പോൾ തടസ്സവാദങ്ങൾ പറയാൻ ഞാൻ നിങ്ങളും തയ്യാറാണ്. വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കാണ്, മക്കൾ ഒറ്റയ്ക്കാണ്, വീട് വെച്ചത് 50 ലക്ഷത്തിൻ്റെതാണ്, 50,000-ൻ്റെ ലോക്കാണ് വീട്ടിൽ വെച്ചത്. എന്നിട്ട് ആ വീട്ടിൽ സുരക്ഷിതത്വമില്ല. ഒരു രാത്രി ഞാനൊന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, എന്താണ് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉദ്ർ പറയാൻ? ആരുമില്ലാത്ത ഊശര ഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് പാർപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ അവിടുന്ന് സങ്കടം വരാത്ത ഒരു ഈമാനിക കരുത്തുള്ള ഭാര്യയെ കിട്ടി എന്നുള്ളതാണ്. ആ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ഇസ്മായിൽ എന്ന കുഞ്ഞ് വളരുന്നത്. നോക്കൂ, ഉപ്പ തിരിച്ചു വരുന്ന രംഗം പിന്നീട് നമുക്ക് കാണാൻ കഴിയും. ബലിയറുക്കണം എന്നതാണ് അവിടുത്തെ കൽപ്പന. ചെറിയ കുട്ടിയോട്, 13 വയസ്സുകാരനോട് ഇന്നേവരെ കാണാത്ത ഉപ്പ തിരിച്ചു വന്നിട്ട് മോനെ നിന്നെ ബലിയറുക്കണം എന്ന് പറയുമ്പോൾ ആ മകൻ്റെ പ്രതികരണം എന്താകും? സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ ഉപ്പച്ചിയെ നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊരു പക്ഷേ ചോദിച്ചു പോകും. അവിടെ ഇസ്മായിൽ എന്ന കുട്ടി ഉമ്മയുടെ കരുത്തിലാണ് വളർന്നത്. അവിടുന്ന് തർബിയത്ത് കൊടുത്തു. ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഈമാനിക കരുത്തു നേടിയ ഇസ്മായിൽ എന്ന ചെറിയ കുട്ടി അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഉപ്പച്ചിയെ ചെയ്തു കൊള്ളുക. കൊണ്ടുപോകുമ്പോൾ വേഗത്തിൽ കൊണ്ടുപോകണം. എൻ്റെ മുഖത്തേക്ക് നോക്കരുത്. മൂർച്ചയേറിയ കത്തി ഉപയോഗിക്കണം. എൻ്റെ ഉപ്പച്ചി എന്നെ അറുക്കുമ്പോൾ ചരിച്ചു കിടത്തണം. അങ്ങനെ കിടത്തി അറുക്കുന്ന സമയം ഉപ്പച്ചിയെ എൻ്റെ ശരീരത്തിലെ രക്തം തെറിച്ചു വീഴുമ്പോൾ ഉപ്പച്ചി അല്പം ഒന്ന് മുണ്ട് ഉയർത്തിപ്പിടിക്കണം. ശരീരത്തിൽ രക്തക്കറകളുമായി ഉമ്മാന്റെ അടുക്കലേക്ക് ചെന്നാൽ ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉപ്പച്ചി ശ്രദ്ധിക്കണം എന്ന് പറയാൻ ഒരു മകൻ കരുത്തു നേടിയത് ഹാജറ എന്ന ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന്. സഹോദരിമാരെ, അറിയണം, അള്ളാഹു സമ്മാനമായി ഗിഫ്റ്റായി തന്ന നമ്മളുടെ മക്കളെ ഏത് കോലത്തിലാണ് നമ്മൾ വളർത്തുന്നത്? ഈമാനികമായി, ഈമാനിക പരിവേഷത്തിൽ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മക്കളാക്കി വളർത്താൻ സഹോദരിമാരെ നമുക്ക് കഴിയാറുണ്ടോ? പരലോകത്ത് ഒരുമിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിചാരണ. ഖുർആനിന്റെ ഈ ആയത്ത് എല്ലാവരും മറന്നുപോയി. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഇന്ന് കൂട്ടിനാളുണ്ട്, എല്ലാവരും ഉണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്. ഒന്ന് തളർന്നു വീണാൽ സങ്കടം മാറ്റാൻ ആളുകളുണ്ട്. സഹോദരങ്ങളെ, പരലോകത്ത് ഒറ്റയ്ക്കാകുന്ന വിചാരണയ്ക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയം നമുക്കെതിരെ നമ്മുടെ കുട്ടി സംസാരിക്കാതിരിക്കാൻ ഇന്നത്തെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ ഏതൊരു ഉമ്മയ്ക്ക്, ഏതൊരു ഉപ്പയ്ക്കാണ് മക്കളെ ഏറ്റവും നല്ല തർബിയത്തിൽ വളർത്താൻ സഹോദരങ്ങളെ കഴിയാറുള്ളത്? ആ നിലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഇന്നിൻ്റെ ദിവസം അറ്റുപോയ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാനുള്ള ദിവസമാണ്. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കടിച്ചു കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്നത്തോടെ സലാം പറഞ്ഞ് ഏറ്റവും നല്ല അഭിവാദ്യം സമർപ്പിച്ചുകൊണ്ട് ബന്ധങ്ങളെ, അറ്റുപോയ ബന്ധങ്ങളെ ചേർക്കാൻ, രക്തബന്ധത്തിലുള്ള, കുടുംബ ബന്ധത്തിലുള്ള, ആദർശ ബന്ധത്തിലുള്ള എത്ര സഹോദരങ്ങളോട് കണ്ടിട്ടൊന്ന് ചിരിക്കാതെ മുഖം തിരിച്ചു നടക്കുന്ന മനുഷ്യരെ അറിയണം, നമ്മളുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകില്ല. 2 സന്ദർഭങ്ങളിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് പോകേണ്ടേ? അത്തരം ബന്ധങ്ങൾ മുറിച്ചവന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് പോകില്ല. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മിമ്പറിൽ കയറി കരയുന്ന ചരിത്രം
നമുക്ക് വലിയ പാഠമാണ്. സ്വഹാബികൾ ചോദിച്ചു, അല്ല ഇബ്നു മസ്ഊദ്, എന്തിനാണ് താങ്കൾ കരയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ പ്രവാചകന്റെ വാക്കുകൾ ഓർത്തു പോവുകയാണ്. ആരോടാ സംസാരിക്കുന്നത്? സ്വഹാബിമാരോട്. ഈ സദസ്സിൽ, ഈ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മനുഷ്യരെ, വിശ്വാസികളെ, ആരെങ്കിലും കുടുംബ ബന്ധം തകർത്തിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് ഇത്തരത്തിൽ പ്രവാചകന്റെ വാക്കു പറഞ്ഞാൽ എത്ര ആളുകൾ ഈ സദസ്സിലുണ്ടാകും? ഒരാൾക്കും ഇരിക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിക്കണം, നെഞ്ചത്തു കൈവച്ച് ആലോചിക്കണം. നമ്മളുടെ കൂട്ടുകാർ, കഴിഞ്ഞുപോയ കൂട്ടുകാരുണ്ട്, രക്തബന്ധത്തിലുള്ളവരുണ്ട്, നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി വഴക്കടിച്ചിട്ടുണ്ട്. അയൽപ്പക്കക്കാരനോട്, ആദർശ സുഹൃത്തിനോട് മിണ്ടാതെ മനക്കരുത്ത് കാണിച്ച് ഞാനൊക്കെ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇണക്കേണ്ട ബന്ധത്തെ ഊട്ടി ഇണക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, ഏറ്റവും വലിയ തിന്മയായും ഇസ്ലാമിലെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യം പലിശയാണ്. അവസാനിപ്പിക്കണം. അറഫയുടെ സംഗമത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യം, ഇന്നിതാ അറഫയുടെ മണ്ണിൽ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഞാനിതാ ചവിട്ടി മെതിക്കുകയാണ്. ഒന്നാമതായി എൻ്റെ പിതൃവ്യൻ ഇബ്നു അബ്ബാസിന് കൊടുക്കാനുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും, പലിശ ഇടപാടുകളും നിങ്ങളൊരാളും കൊടുക്കേണ്ടതില്ല. ഇന്നത്തെ ദിവസത്തോടെ ഞാനിതാ ദുർബലപ്പെടുത്തുകയാണ്. പലിശയിൽ ഇടപെടാത്ത മനുഷ്യന്മാരുണ്ടോ? തൗഹീദ് ഉൾക്കൊണ്ടവരാണ് പലിശയ്ക്ക് പിന്നാടെ പോകുന്നത്. റബ്ബ് അത് വലിയ തിന്മയായി പഠിപ്പിച്ചു. എഴുതുന്നവനും കൊടുക്കുന്നവനും വാങ്ങുന്നവനും പടച്ച റബ്ബിന്റെ ശാപം പേറും. സഹോദരങ്ങളെ, പലിശയുടെ ഏറ്റവും നിസ്സാരത നൊന്തുപെറ്റ ഉമ്മാനെ വ്യഭിചരിക്കലാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കണം, തുടരരുത്. തൊട്ടടുത്ത നിമിഷം റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്ത് അള്ളാഹുലേക്ക് തിരിച്ചുപോയാൽ എന്തു മറുപടി പറയാണ്? ഈ ദുനിയാവിന്റെ നിസ്സാരതയ്ക്ക്, ആഘോഷങ്ങൾ തിമിർത്താടാൻ, വീട് വെക്കാൻ, വാഹനം വാങ്ങാൻ, വീട്ടിലെ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ മനുഷ്യരെ ലോൺ എടുക്കുന്ന EMI സമ്പ്രദായത്തിലൂടെ പലതും വാങ്ങിക്കൂട്ടുന്ന മനുഷ്യരെ, ഇതൊക്കെ ഏറ്റവും നല്ല വഴിയാണോ എന്നത് നെഞ്ചത്തു കൈവച്ചാലോചിക്കണം. തിന്മയാണെന്ന് ഖുർആൻ പഠിപ്പിച്ചാൽ, പ്രവാചകൻ പഠിപ്പിച്ചാൽ, അതാണ് അല്ലാഹു അക്ബറിന്റെ പ്രസക്തി. എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ. വീണുകിടന്നാലും പട്ടിണി കിടന്നാലും എൻ്റെ കുടുംബം തളർന്നാലും അല്ലാഹുവേ, നിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകില്ല. ജീവിതം നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കണം. സഹോദരങ്ങളെ, സ്ത്രീകളോട് ഇന്നത്തെ ദിവസം യാ മഅ്ശറൻ നിസാ, സ്ത്രീ സമൂഹമേ, ഇത്തഖുല്ലാഹ്. റസൂലുള്ളാഹി ഇന്നത്തെ ദിവസം പ്രത്യേകം ഉപദേശിച്ചു. സ്ത്രീകളെയാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത്. വലിയ അമാനത്ത് തൻ്റെ കുടുംബത്തിൽ നിർവഹിക്കേണ്ടുന്ന ഭാര്യമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ ശ്രദ്ധിക്കണം. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ഫാഷൻ്റെ ട്രെൻഡുകൾക്ക് പിന്നാലെയാണ്. വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മാഇലാതുൻ മുമീലാതുൻ. റസൂലുള്ളാഹി പറഞ്ഞെന്താ? വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്, എന്നാൽ വിവസ്ത്രരാണ്. ആൺകോലം കെട്ടുന്ന പെണ്ണ്, പെൺകോലം കെട്ടുന്ന ആണ്. റസൂലുള്ളാഹി ശപിച്ചു. ശാപം പേറി ഈ ദുനിയാവിൽ നിന്ന് മരിക്കാൻ ഇടവരുത്തരുത്. സഹോദരിമാർ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ സമയങ്ങളിൽ നമസ്കാരം നഷ്ടമാകാറുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പഠിക്കുമ്പോൾ റബ്ബനാ ഇന്നി അസ്കന്തു ബിവാദിൻ ഗൈറ ദീ ദർഇൻ ഇൻദ ബൈതികൽ മുഹറം. എന്തിനാണ് മക്കയുടെ ഊശര ഭൂമിയിൽ ഞാൻ പാർപ്പിച്ചത്? ലിയുഖീമുസ്സലാ, അല്ലാഹുവേ, നിനക്ക് നമസ്കാരം നിലനിർത്താൻ. അതല്ലാതെ മക്കയുടെ മണ്ണിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുമ്പോൾ പെട്രോൾ വിളയും എന്ന് വിചാരിച്ചിട്ട് സുഖത്തോടെ ജീവിക്കാം എന്ന പ്രതീക്ഷയല്ല, മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ. എന്തിന് നമസ്കാരം? റബ്ബിനെ ഓർക്കാനാണ്. റബ്ബിനെ ഓർക്കാതെ തിരിച്ചു തന്നാൽ സഹോദര അറിയണം, മാ സലകകും ഫി സഖർ, എന്തേ സഖർ എന്ന നരകത്തിൽ കത്തിജ്വലിക്കുന്ന നരകാഗ്നിൽ വീണുപോയി, എന്തേ കാരണമെന്ന് നരകത്തിന്റെ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയും ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന്. സഹോദരങ്ങളെ ആലോചിക്കണം. കൃത്യമായി നമസ്കാരം നിർവഹിക്കാൻ ഈ ദുൽഹജ്ജിന്റെ പവിത്ര ദിവസങ്ങൾ കടന്നുപോയി. എത്ര കണ്ട് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഒന്ന് സാഷ്ടാംഗം ചെയ്യാൻ, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് പകരമായി
സുജൂദ് ചെയ്യാൻ, കൃത്യമായി നമസ്കരിക്കാൻ സഹോദരങ്ങളെ സാധിച്ചിട്ടുണ്ടോ? നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരരുത്. വാട്ടർ ബെഡിൽ കഴിയുന്നവനാണെങ്കിലും അവന് മൊഴി കഴിവില്ല എന്ന ഇസ്ലാമിന്റെ പാഠം ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ഇന്നിന്റെ ദിവസം സ്വതക്കകൾ ധാരാളമായി നൽകേണ്ടുന്ന ദിവസമാണ്. റസൂലുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞു, സ്ത്രീ സമൂഹമേ, അവരുടെ അടുക്കലേക്ക് റസൂലുള്ള പ്രത്യേകം ചെന്നു. എന്നിട്ട് ഒരു വലിയ സമ്പാദ്യത്തെക്കുറിച്ച് കൂട്ടിവെക്കുന്നത് പരലോകത്ത് ഉപകരിക്കില്ല. ബാക്കിയാക്കി പോകാൻ, ജീവിതത്തിൽ ബാക്കിയാക്കാൻ എന്തുണ്ട് എന്നത് നമ്മൾ ആലോചിക്കണം. എന്തുണ്ട് സഹോദരങ്ങളെ? മരിച്ചു പോകുമ്പോൾ നമ്മൾ ബാക്കിയാക്കി നമ്മളെ കൊണ്ടുവന്ന് 6 അടി മണ്ണിലേക്ക് വെക്കുമ്പോൾ എന്താണ് കൂടെയുള്ളത്? ആലോചിക്കണം. ഇവിടെ കൊടുത്തതേ ബാക്കിയുള്ളൂ. തിന്നതും കുടിച്ചതും ഉടുത്തതും എല്ലാം ഇവിടെ വിട്ടേച്ച് വെറും കയ്യോടെ റബ്ബിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ ചെയ്ത അമലുകൾ എത്രയുണ്ടോ, ജീവിതത്തിൽ അധ്വാനിച്ചു കൂട്ടിയ, റബ്ബ് അറിയാതെ സമ്മാനിച്ച സമ്പത്തുകളുണ്ട്. അത് കൂട്ടിവെക്കരുത്. അള്ളാഹുലേക്ക് കൊടുക്കാൻ, ദഅവത്തിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുമ്പോൾ സഹോദരങ്ങളെ, ഇതിനൊക്കെ സഹായിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരങ്ങളുണ്ട്. അവരെ ഒന്ന് ചേർത്തിപ്പിടിക്കാൻ ഒരുപക്ഷേ അവരുടെ പിതാക്കളില്ല. ഒരുപക്ഷേ ഒന്ന് പിതാക്കളുണ്ടെങ്കിൽ തന്നെ കൈകളറ്റുപോയ പിതാക്കളാണ് തങ്ങളുടെ മക്കളുടെ അടുക്കലേക്ക് ഒന്ന് ചേർത്തിപ്പിടിക്കാൻ കഴിയാതെ ഗസയുടെ മണ്ണിൽ ജീവിക്കുന്നവർ. ഒന്ന് ആലിംഗനം ചെയ്യാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ നമുക്കിന്ന് കഴിയുന്നുണ്ട്. 2 കൈകളുമില്ലാത്ത ഉമ്മമാർ തങ്ങളുടെ മക്കളെ എങ്ങനെ എടുക്കും, ഒന്നൊക്കത്ത് വെക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടത്തിലാണ്. അവിടെയാണ് അള്ളാഹു ചെയ്തു തന്ന നിഅമത്ത്. ഗസയുടെ മക്കൾക്ക് അള്ളാഹുവേ നീ ഇസ്സത്ത് നൽകണേ, അള്ളാഹുവേ നീ ഇസ്സത്ത് നൽകണേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അള്ളാഹുവേ നീ അവർക്ക് നാശം വരുത്തണേ. അള്ളാഹുവേ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ. ഖുർആനും ഹദീസും മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാൻ അള്ളാഹുവേ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇത്തരത്തിൽ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള മഹത്തായ തൗഫീഖ് നാദാ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിൽ ഹാജാത്. റബ്ബനാ ഇന്നനാ ആമന്നാ فاغفر لنا ذنوبنا وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.